എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് ഒരു വലിയൊരു പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന അതിവിശാലമായ ഒരു രാജ്യത്തിന് ഒരു വലിയൊരു പാരമ്പര്യമുണ്ട്. ഒന്നാമത്തെ പാരമ്പര്യം, എല്ലാവിധ ആശയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധ്യമാകുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യ മഹാരാജ്യമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ആശയങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ലോകത്ത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല. മതവിശ്വാസം, മതേതര വിശ്വാസം, മതവിരുദ്ധ വിശ്വാസം, വ്യത്യസ്തങ്ങളായ മതങ്ങൾ, വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ, വിഭാഗങ്ങൾ, നിറങ്ങളിലുള്ള ആളുകൾ, ഏത് ദേശം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മരുഭൂമി, കടൽ, കായൽ, വനപ്രദേശങ്ങൾ, അങ്ങനെ ജൈവശാസ്ത്രപരമായും പ്രകൃതിപരമായും ഏത് വൈവിധ്യങ്ങൾ എടുത്തു നോക്കിയാലും ഇന്ത്യ പോലെ വൈവിധ്യമുള്ള ഒരു രാജ്യം ലോകത്ത് നിങ്ങൾക്ക് കാണുവാനായി കഴിയില്ല. അവിടെയാണ് ഇന്ന് വിശ്വാസം, നമ്മൾ ബിലീഫ് എന്ന് പറയുന്ന വിശ്വാസധാര എടുത്തു നോക്കിയാലും ഇത്രയും വലിയ വിശ്വാസധാരയുള്ള ഒരു രാജ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആ ഒരു രാജ്യത്തിന്റെ ഇത്രയും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഉണ്ടായ ഏറ്റവും വലിയ ഒരു സംസ്കാര പാരമ്പര്യമാണ് ശ്രമണ പാരമ്പര്യം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന വൈവിധ്യ പാരമ്പര്യം. ശ്രമണർ എന്ന് പറയുന്നത് ഒരു പട്ടികേര വിഭാഗമല്ല, വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കാലഘട്ടത്തിൽ മുതൽ ഇന്ന് വരെ കാണുന്ന കാലഘട്ടത്തിൽ നമ്മളിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു സംസ്കൃതിയുടെ പേരാണ് ശ്രമണ പാരമ്പര്യം എന്ന് പറയുന്നത്. ആ ശ്രമണ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം ഒരിക്കലും പരസ്പരം തമ്മിലടിച്ച് പോരാടി ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അക്രമം നടത്താതിരിക്കാൻ വേണ്ടിയോ ഒക്കെ വലിയ അക്രമത്തിലേക്ക് പോകാതെ ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന ഈ സംസ്കൃതിയുടെ പേരാണ് ശ്രമണ പാരമ്പര്യം. ആ ശ്രമണ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ ഒരു വിശ്വാസധാരയാണ് ബൗദ്ധം അല്ലെങ്കിൽ ബുദ്ധ ആശയം എന്ന് പറയുന്നത്. ഇന്ന് ആ ബുദ്ധ ആശയത്തിനകത്തേക്ക് ബൗദ്ധരുടെ പ്രധാന ഇടമായ 3 പ്രധാന ഇടങ്ങളിൽ ഒന്നാണ് നമ്മുടെ മഹാബോധി വിഹാര എന്ന് പറയുന്ന ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലത്ത് എല്ലാവർക്കും തന്നെ ഇരിക്കുവാനുള്ള ഒരു അവകാശം ഈ ശ്രമണ പാരമ്പര്യത്തിന്റെ സംസ്കൃതിയാണ്. അതുകൊണ്ടാണ് അവിടെ ബൗദ്ധരും ജൈനരും ഹൈന്ദവരും ബ്രാഹ്മണ സമൂഹവും മറ്റു വ്യക്തികളും ഒക്കെ തന്നെ യാതൊരു നിബന്ധനകളും ഒരു തരത്തിലുള്ള നിയമങ്ങളും ഇല്ലാതെ അവിടെ വരുവാനും ഇരിക്കുവാനും കിടന്നിറങ്ങുവാനും ഭക്ഷണം കഴിക്കുവാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നത് ഈ ശ്രമണ പാരമ്പര്യത്തിൻ്റെതാണ്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്തായ പാരമ്പര്യം. ആ പാരമ്പര്യത്തെയാണ് ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ആ പാരമ്പര്യമാണ് ഇന്ന് വേറെ രീതിയിൽ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാരമ്പര്യം അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുജനങ്ങളും ബൗദ്ധരും എല്ലാ മതേതര വിശ്വാസികളും ഈ ആശയത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. നമുക്ക് നിങ്ങൾ ഏതെങ്കിലും വ്യത്യസ്ത മത ആശയങ്ങളിലോ ധാരകളിലോ പോയാൽ അവിടെ നിയമങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വസ്ത്രം അഴിച്ചു വെക്കേണ്ടി വരും, നിങ്ങൾക്ക് ചെരുപ്പഴിച്ചു വെക്കേണ്ടി വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഇന്ന് ഈ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വൈവിധ്യപരമായ ഈ ബ്യൂട്ടിഫുൾ ആയി എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ ബ്യൂട്ടി. ആ ബ്യൂട്ടിയെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ബൗദ്ധർക്കാണ് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും കൂടി ഉള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ള ഇടമാണ് ബൗദ്ധ ഇടങ്ങൾ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.